എല്ലാവർക്കും ഒരു ഹായ്. അപ്പോൾ ഇന്നാണ് പോകുന്നത് ബാറ്റിൽ ത്രൂ ദ ഹെവൻ എന്നാലും സീരീസിന്റെ എപ്പിസോഡ് 107 ഓക്കെ. അപ്പോൾ എപ്പിസോഡിന്റെ ആദ്യം തന്നെ ടാങ്ക്സൻ അവരോട് എന്തിനാണ് പിൽസ് ഉണ്ടാകേണ്ടത് എന്ന സംഭവം പറയാനിട്ട് തുടങ്ങി. സംഭവം ബേണിംഗ് ഫ്ലെയിം ആൻസെസ്റ്റേഴ്സ് ഉണ്ടാക്കിയെടുത്തതാണ് ബേണിംഗ് ഫ്ലെയിം വാലി. 9 ഡ്രാഗൺ ലൈറ്റിന് ഫ്ലെയിം അത് അവരുടെ പരമ്പര മാറി വരുന്നതാണ്. അതുപോലെ അത് കൺട്രോൾ ചെയ്യുന്നവരാണ് അടുത്ത ലീഡറായിട്ട് മാറുകയും ചെയ്യുക. ഹോണർ അടുത്ത ലീഡർ ആകാനായിട്ട് അതിനുവേണ്ടി ആ 9 ഡ്രാഗൺ ലൈറ്റിന് ഫ്ലെയിം അത് മെർജ് ചെയ്യാൻ നോക്കിയെന്ന് അവളെ കൊണ്ട് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല അതിന് നല്ല ഇഞ്ചറി പറ്റി. ഇനി കുറച്ച് വർഷം മാത്രമേ അവൾക്ക് ജീവിക്കാൻ കഴിയൂ എന്നായി. അതുപോലെ അവളുടെ ദേശം കൂടി വന്ന് ഇങ്ങനെയായി. ഫയർ ബോഡി സാട്വ എന്ന ഒരു 7th ടയർ പിൽസ് അതാണ് ഉണ്ടാക്കേണ്ടത്, അവർ ചെയ്യേണ്ടത്. ടാങ്ക്സിന് വേറെ ഒന്നും വേണ്ട, അവളെ എങ്ങനെ രക്ഷിക്കണം എന്ന് മാത്രമാണ് അവനോട് ഈ 3 മിസ്റ്റീരിയസ് ചേഞ്ച് പോകുക. അത് എന്ത് തന്നെയായാലും ജീവൻ കൊടുത്തായാലും തരും. അവളെ രക്ഷിക്കണം എന്ന് പറയുമ്പോൾ ശിവന്റെ അച്ഛൻ ശിവന് വേണ്ടി ശിവശാൻ അവനോട് എന്തും ചെയ്യുമായിരുന്നല്ലോ. അതാലോചിച്ചിട്ട് നിങ്ങൾ നല്ലൊരു അച്ഛനാണ്, അവരുടെ ബെസ്റ്റ് കാണിക്കുക എന്ന് പറയുന്നുണ്ട്. അവരെ വേറൊരു സ്ഥലത്ത് കൊണ്ടുവന്ന് അവരുടെ നിങ്ങൾ ഉണ്ടാക്കേണ്ടത് ഫയർ ബോഡി സാട്വ ഹൈ ഗ്രേഡ് പിൽസ് ആണ്. അതിനായിട്ടാണ് 2 ഗ്രാൻഡ് മാസ്റ്റേഴ്സിനെ കൊണ്ടുവന്നത്. ഫോർമുല കണ്ടു കാണും എന്ന് പറഞ്ഞിട്ട് ഒരു ഫർണൈസ് എടുക്കുന്നു. അത് വളരെ റെയർ ആയിട്ടുള്ള ഒരു ഫർണൈസ് ആണ്, ഹെവൻലി റാങ്കിങ് ഉള്ളതാണ്. അത് ബേണിംഗ് ഫ്ലെയിം വാലിയിലും ഉണ്ട്. അവരുടെ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ അസിസ്റ്റ് ചെയ്ത് ചെയ്യുക. അവർ ഓക്കെ എന്ന് പറഞ്ഞ് ചെയ്യാനായിട്ട് തുടങ്ങി. അവരുടെ സോൾ പവർ ഉപയോഗിച്ചാണ് അതിലേക്ക് കൊടുക്കുകയാണ്. അവരുടെ സോൾ പവർ ആ ഫർണൈസിനുള്ളിലായതുപോലെയും അവർ അവിടെ ഇരുന്ന് ആ പിൽസ് റിഫൈൻ ചെയ്യാനായിട്ട് തുടങ്ങുന്നത് പോലെയും ഓരോന്നോരോന്നായിട്ട് 2 പേർക്ക് ആവശ്യത്തിൽ കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് നേരം എടുത്തു. ഒരാളാണ് ചെയ്യുന്നതെങ്കിൽ മാസങ്ങളെടുക്കും. അവർ പയ്യെ ചെയ്യുകയാണ്. 9 ഡ്രാഗൺ ലൈറ്റിനിങ് ഫ്ലെയിം ഉപയോഗിച്ച് പെട്ടെന്ന് തന്നെ അത് റിഫൈൻ ചെയ്യാൻ ഹെൽപ്പ് ആവുന്നുണ്ട്. കുറേ ദിവസം കടന്നുപോയി, 10 ദിവസം. ഇപ്പോൾ അവരും ചെയ്യുകയാണ്. ഈ ആൻഷോവ നമ്മൾ വിചാരിച്ച പോലെയല്ല, 10 ദിവസം കഴിഞ്ഞിട്ടും അവ തളർന്നില്ല. ഇത് ഇഷ്ടപ്പെടാത്ത ഒരുത്താൻ അവിടെ ഉണ്ട്. അങ്ങനെ ഇൻഗ്രീഡിയൻസ് എല്ലാം റിഫൈൻ ചെയ്ത് ശിവൻ മനസ്സിൽ ഇതെല്ലാം റിഫൈൻ ചെയ്ത് മെർജ് ചെയ്യുക ഒറ്റയ്ക്കായിരുന്നെങ്കിൽ അവരുടെ സ്പിരിച്വൽ എനർജി മുഴുവൻ പോയാലും കഴിയില്ലായിരുന്നു. ഹുവാനോട് ഓക്കെ അല്ലെന്ന് ചോദിക്കുമ്പോൾ കുഴപ്പമില്ല, ഓക്കെയാണ്. എന്നാൽ അയാളുടെ സോൾ പവർ രൂപ സ്റ്റേബിൾ അല്ല എന്നതും കാണാം. ഹുവാൻ കംപ്ലീറ്റഡ് ആയി. ഇനി അത് മെർജിങ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ടാസ്ക് ആണ്. അവരെ റെഡി അല്ലേ എന്ന് പറഞ്ഞിട്ട് അത് ചെയ്യാനായിട്ട് തുടങ്ങി. രണ്ടും കൂടി മെർജ് അല്ലെങ്കിൽ മിക്സ് ചെയ്യാൻ അത് അത്ര എളുപ്പം പണിയല്ലായിരുന്നു എന്നതാണ്. അത് രണ്ടും കൂടി കൂട്ടി ഇടിച്ച് അങ്ങനെ തന്നെ നിൽക്കണം. അവർ ഒരുപാട് സ്പിരിച്വൽ എനർജി കൊടുക്കുന്നുണ്ട്. പുറത്തതിന്റെ മാറ്റങ്ങൾ വരാനായിട്ട് തുടങ്ങി. ഈ ടയർ 7 പില്ലി ഈ ടൈം വരെ എത്തിയെങ്കിൽ അവർ ടാലന്റ് ഉണ്ട്. മെയിനായിട്ട് ഈ ആൻഷാവ അവരുടെ സ്പിരിച്വൽ സ്ട്രെങ്ത് വളരെ കൂടുതലാണ്. നിനക്ക് ഇപ്രാവശ്യം ഒരു ചാൻസ് ഉണ്ട്, അവൾ ഞാൻ ആദരിക്കുന്നതാണ്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കെ ആണ് ഹുവാന്റെ ബോഡി അത് പൊട്ടാനായിട്ട് തുടങ്ങിയത്. അതായത് അയാളുടെ സ്പിരിച്വൽ സ്ട്രെങ്ത് ലിമിറ്റ് കഴിഞ്ഞു. അതോടെ അവർ ചെയ്തത് സ്റ്റോപ്പായി. അയാൾക്ക് നല്ല പരിക്കേറ്റ് വീണ് ശിവനും അതിൽ കൗണ്ടർ അറ്റാക്കിൽ വീണു. അതുകൊണ്ട് എല്ലാവരും ഞെട്ടിപ്പോയി. മെയിനായിട്ട് ടാങ്ക്സൻ ഇത്ര വരെ എത്തിയിട്ട് ഫെയിലായി എന്നതുകൊണ്ട് അത് തകർന്നുപോയി. അവൾ മരിക്കും ആകെ ഒരു ഹോപ്സ് ആയിരുന്നു. അയാളെ കൊണ്ടുപോയി ശിവനെ എന്നായി വിട്ടുകൊടുക്കാതെ ടാങ്ക്സനോട് ഞാൻ ബാക്കി ഒറ്റയ്ക്ക് ചെയ്യട്ടെ, നിനക്ക് കഴിയുമോ എന്ന് ചോദിക്കുമ്പോൾ ചെറിയ ചാൻസ് ഉണ്ടെങ്കിലും ഉണ്ട്, ഗീവ് അപ്പ് ചെയ്താൽ കംപ്ലീറ്റ് ആയിട്ട് ഫെയിൽ ആകും. അവിടെ ഉള്ളവരാകട്ടെ അത് കേട്ടോ അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് സംസാരം. അവനെ കൊണ്ട് ഒറ്റയ്ക്ക് കഴിയും എന്നായി നടക്കില്ല എന്ന രീതിയിലാണ് അവിടെ ഉള്ളവർ സംസാരിക്കുന്നത്. അക്കളവന് നേരെ കടിയുണ്ട്. അവിടെ ചിലന്ത് വലയെ കുടുങ്ങിയ ആ ഒരു ചിത്രശലഭം അത് രക്ഷപ്പെട്ടു പോകുന്നത് പോലെ ആ ബട്ടർഫ്ലൈ അവിടെ തന്നെയാണ് എന്ന് ഇൻഡയറക്റ്റ് അവളും ടാങ്ക്സനോട് പറയുന്നുണ്ട്, ഞാൻ അത്ര പെട്ടെന്ന് ഗീവ് അപ്പ് ചെയ്യില്ല. ശിവനിൽ നല്ല വിശ്വാസമുണ്ട്, അതുകൊണ്ട് തന്നെ ചെയ്യാനായിട്ടും പറയുന്നു. ശിവനപ്പോൾ ഞാൻ എൻ്റെ ബെസ്റ്റ് കാണിക്കും എന്ന് പറഞ്ഞ് ചെയ്യുന്നു. മാസ്റ്റർ അവനെ പിൽസ് റിഫൈൻ ചെയ്യേണ്ടത് ഒറ്റയ്ക്ക് എങ്ങനെയാണ് എന്നത് പറഞ്ഞു കൊടുത്തിരുന്നു. ഇത് ഞാൻ എങ്ങനെ മിസ്സാക്കും എന്ന് ശിവന് പറയുന്നുണ്ടായിരുന്നു. അതെല്ലാം ഹെൽപ്ഫുൾ ആയതുപോലെ അങ്ങനെ ചെയ്യാനായിട്ട് ഹെവൻലി ഫയർ ഉപയോഗിച്ച് 2 കോടി ഹൈ ടെമ്പറേച്ചർ മെർജ് ചെയ്യുന്നു. ഒരുപാട് പാടുവിട്ടെങ്കിലും അവസാനത്ത് കംപ്ലീറ്റ് ആയതുപോലെ. ഇടിയുടെ സൗണ്ട് കേൾക്കുന്നു, നല്ല മഴ. ഒരുപാട് പാടുവിട്ടെങ്കിലും അവസാനത്ത് കംപ്ലീറ്റ് ആയതുപോലെ. ആകാശത്ത് തണ്ടർ ബ്ലെസ്സിങ് അത് വരുന്നുണ്ട്. ഇത് ആൾറെഡി മെഡിസിക്ക് പിൽസ് ഉണ്ടാക്കിയത് ടൈം കണ്ടതാണല്ലോ. അതുകൊണ്ട് എല്ലാവർക്കും മനസ്സിലായി എന്നാൽ തണ്ടർ ബ്ലെസ്സിങ് ശിവയിൽ വന്നടിച്ചാൽ അത് നല്ല പരിപ്പറ്റും, ഇത് പകുതി വെച്ച് സ്റ്റോപ്പ് ആകും എന്ന് മനസ്സിലാക്കി ടാങ്ക്സൻ ഞാൻ ഇതിൻ്റെ ഒരു നോക്കിക്കോളാം എന്ന് പറയുമ്പോൾ ശിവൻ വേണ്ട, ഇത് എനിക്കുള്ളത് ചെയ്യാനുള്ളൂ. ഇതിനായിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്ത് കുറേ നാളായിട്ട്. ടൗസർ ലെവൽ പപ്പറ്റിനെ പുറത്തെടുത്ത് അത് നേരെ ചെന്ന് തടഞ്ഞ തണ്ടർ ബ്ലെസ്സിങ് ആ എനർജി അബ്സോർവ് ചെയ്യുന്നു. ഇതിലൂടെ പപ്പറ്റിന്റെ ലെവൽ കൂടുന്നതാണ്. ഒരു ടൗസർ ലെവൽ പപ്പറ്റിനെ കണ്ട് ഷോക്കായി പോയി. ആ കടിയുള്ള ആളിന് പോലും അയാളുടെ പേര് പറഞ്ഞിട്ടില്ല. പപ്പറ്റ് പ്രൊമോട്ടായി വരുന്നുണ്ട് എന്ന് ശിവന് ടാങ്ക്സനോട് ഞാൻ ഫെയിലായില്ല എന്ന് പറഞ്ഞാൽ ഫയർ ബോഡി സാട്വ പിൻസ് അത് കാണിച്ചു കൊടുത്തു. അതിനുശേഷം 3 ദിവസം കഴിഞ്ഞ് ബേണിംഗ് ഫ്ലെയിം വാലിയിലെ ഫസ്റ്റ് സെക്കൻഡ് എൽഡേഴ്സ് അവരെ വിളിച്ച് 3 മിസ്റ്റീരിയസ് ചേഞ്ച് കൊടുക്കുന്ന കാര്യം പറഞ്ഞു. എന്നാൽ അവർക്ക് അതിൽ യോജിപ്പില്ല. കാരണം നോർമൽ ഫൈറ്റ് ഉണ്ടെങ്കിൽ എനിക്ക് അല്ലല്ലോ, വാക്ക് മാറ്റാൻ കഴിയില്ല എന്നാണ് ടാങ്ക്സിന്. ശിവൻ ഓണർ വന്ന് അവനോട് റിക്കവറൊക്കെ അതിൻ്റെ അവരുടെ ഹെൽപ്പ് ഉള്ളതുകൊണ്ട് പെട്ടെന്നായി എന്ന് ശിവന്. അപ്പോൾ ഫസ്റ്റ് എൽഡർ ഞാൻ സെൻട്രൽ പ്ലെയിൻ നോർത്തിലേക്ക് പോയപ്പോൾ വിൻഡ് തണ്ടർ പൗലിയിലായിട്ട് ഒരു പയ്യൻ പ്രശ്നത്തിലായതും ഫെൻക്യുങ്ങറുമായിട്ട് ഫൈറ്റ് ചെയ്തു പോയി. അവൻ്റെ പേരാണ് ശിവൻ. നിന്റെ പേര് യാഷവോ അതല്ലേ ശിവൻ എന്ന് ചോദിക്കുമ്പോൾ ശിവനോ
അവന് ഞാൻ തന്നെയാണ് എൻ്റെ പുതിയ പ്ലേസിലേക്ക് അവൻ പുതിയ പ്ലേസിലേക്ക് വരുന്നതുകൊണ്ട് എക്സ്ട്രാ പ്രൊട്ടക്ഷന് വേണ്ടിയാണ് പേര് മാറ്റിയതും മാസ്ക് ഇട്ടത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ മാറ്റാം എന്ന് പറഞ്ഞത് മാസ്ക് മാറ്റി. അവനെ കണ്ട് അവളുടെ ശ്വാസം നിലച്ചു. ഈ തമ്മനയിൽ കിട്ടി ശ്വാസം നിലച്ച. അവനോട് ലൈറ്റനിങ് ടെക്നിക്കുക എടുത്തത് കൊണ്ടാണ് ഇത്ര പ്രശ്നം ഉണ്ടായത്. ഇവിടെ വന്നിട്ട് 3 മിസ്റ്റേക്ക് ചേഞ്ച് അത് വാങ്ങാൻ കരുതുമെന്നാണോ? ടാക്ഷൻ നിർത്താനായിട്ട് പറയുമ്പോൾ ഫസ്റ്റ് നീ പറഞ്ഞത് ശരിയാണ്, എന്നാൽ റൂൾസ് നോക്കണ്ടേ, ഡിസിപ്ലിൻസിന് മാത്രമാണ് കൊടുക്കുക. അവൻ ഡിസിപ്ലിൻ ടെസ്റ്റ് പാസ്സായാൽ അവന് കെടുക്കട്ടെ. ചെയ്യുന്നപ്പോൾ എങ്കിൽ ആ രീതിയിൽ തന്നെ പോട്ടെ എന്ന് പറയുന്നു. വെടിയിൽ ചെയ്യുവാനായിട്ട് ചലഞ്ചിന് നിൽക്കുകയാണ് എല്ലാവരും. എന്താണെന്ന് മനസ്സിലാകാതെ വന്നു നിൽക്കുന്നു. ചെയ്യുവാനോട് നീ അടുത്ത 10 മൂവിൽ പിടിച്ച് നിന്നാൽ നീ ജയിച്ചു. എന്നാൽ ഹോണർ അപ്പോൾ ഡിസബിൾ ടെസ്റ്റ് ഒരു പ്രിപ്പറേഷൻ ഇല്ലാതെ ചെയ്യിപ്പിക്കുന്നു. അത് ലെവൽ 8 ഡൗസോങ് ആയത് എന്ന് ടെൻഷനാണ്. ചെയ്യാനപ്പോൾ പേടിക്കണ്ട, എനിക്ക് ആ മിസ്റ്റീരിയസ് ചേഞ്ച് അത് വേണം, അത് നിനക്ക് കിട്ടുന്നോ എന്ന് പറഞ്ഞ അറ്റാക്ക്. ഇന്നലെ പെയ്ത മഴയില്ലേ, പിന്നെ വോയിസ് എടുക്കാൻ കഴിഞ്ഞില്ല. രാത്രി ഒട്ടും പറ്റിയതില്ല, അതാണ് വീഡിയോ ഇടാൻ പറ്റാതിരുന്നത്. മുൻപ് വരെ പറഞ്ഞു നിർത്തിയത്. ഷിയോന് ഹോണറിനോട് പേടിക്കണ്ട എന്ന് പറയുന്നതാണ്. ഷിയോൻ ലൈറ്റനിങ് ഉപയോഗിച്ച് മാറി ആ വന്ന അറ്റാക്ക്. ഇതാണല്ല 3000 ലൈറ്റനിങ് എന്ന് പറഞ്ഞ് വന്ന് പിന്നെ മാറി. അങ്ങനെ അവരുടെ ഫൈറ്റ് തുടങ്ങി. അത് കുറച്ച് നേരം ഹാൻഡ് പോലെയുള്ള വെച്ചൊക്കെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. നിന്റെ 3000 ലൈറ്റനിങ് ആണ്, എൻ്റെ ഫയറിൻ്റെ സ്പീഡാണ് കൂടുതലൊന്നും നോക്കാം എന്നൊക്കെ പറഞ്ഞു വന്ന് അറ്റാക്ക് ഷിയോൻ അപ്പോഴും മാറി പോവുകയാണ്. പിന്നെ റൂളർ സ്കില്ല് ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. റൂളർ ടെക്നിക്കിലെ ഒരു സ്കില്ല് അത് യൂസ് ചെയ്ത് വിട്ട് അത് മാറി. അങ്ങനെ വന്ന് അവസാനം ഷിയോനെ പാറയിലേക്ക് അടിച്ച് തെറിപ്പിച്ചു. അവൻ അടിക്കാനായിട്ട് വന്ന് എന്തോന്ന് ചെയ്തു, ഷീൽഡ് പൊട്ടിച്ചു. അവന് ചറവറ അടിച്ച് താഴേക്ക് കിട്ടുന്നു. എന്നിട്ട് നേരെ കഴുത്തിൽ പിടിച്ച് നിർത്തി. നിനക്ക് ഇനിയും വേണോ? എന്നാൽ അതൊരു ഇലൂഷറി ബോഡിയായിരുന്നു. ഷിയോന് 9 മൂവ് കഴിഞ്ഞു എന്ന് പറഞ്ഞ് ആംഗ്രി ബുദ്ധരോട് അതുണ്ടാകുന്നു. അതിനെന്താ ഇനി ഒന്നുകൂടി ഇല്ല എന്ന് അയാളും പറഞ്ഞിട്ട് ഒരു സ്കിൽ അത് യൂസ് ചെയ്യാൻ തുടങ്ങി. ഷിയോന് ഹെവൻലി ഫ്ലെയിം മെർജ് ചെയ്യുന്നത് കണ്ട് അതിശയം. അതുപോലെ വൺ ഓഫ് ദ ബെസ്റ്റ് സ്ട്രോങ്ങസ്റ്റ് സ്കിൽ ഉപയോഗിക്കുന്നത് കണ്ട് ഇയാൾക്ക് ഷെയിമാവുന്നില്ല എന്ന് വിചാരിക്കുകയാണ് ടാങ്ഷൻ. ഫസ്റ്റ് എൽഡർ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്, വോച്ചൻ, അതാണ് സെക്കൻഡ് എൽഡറിൻ്റെ പേര്. അവൻ സുപ്രീം ഫയർ ഗോഡ് പാം അത് ഉപയോഗിക്കാനായിട്ട് പോവാണ്. ഇത് സ്ട്രോങ്ങസ്റ്റ് ആണ്. ഷിയോന്റെ അഗ്രിമുത്തലോട്ടസ് ഉണ്ടാക്കി. സെക്കൻഡ് എൽഡർ സുപ്രീം ഫയർ ഗോഡ് സീരിയ അതും വിട്ടു. ഫ്രണ്ടിൽ ഒരു പേപ്പർ പോലെയുള്ളതാണ്. രണ്ടും കൂടി കൂട്ടിയിടിച്ച് കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി. അവസാനം വലിയൊരു പൊട്ടിത്തെറിയുടെ അവസാനിച്ച് അവിടെ മുഴുവനൊന്ന് വിറച്ച് എന്ന് മാത്രമല്ല സ്ട്രോങ്ങസ്റ്റ് സ്കില്ലുകളായതുകൊണ്ട് തന്നെ ബ്ലാക്ക് ഹോഡ് പോലെ ഉണ്ടായി. അത് വലിച്ചെടുക്കാനായിട്ട് തുടങ്ങി അവിടെ മുഴുവൻ. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇവിടെ മുഴുവൻ ഇല്ലാതാകും എന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് ടാങ്ഷൻ നേരെ ചെന്നിട്ട് വോയിഡ് സ്കില്ലിൽ അതിലുണ്ടാക്കിയിട്ട് അതിനുള്ളിലേക്ക് കയറ്റാനായിട്ട് തുടങ്ങി. അതെല്ലാം നോക്കി നിൽക്കുവാണ് ഷിയോൻ. അപ്പോൾ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. ഇത്ര എടുക്കാൻ വേണ്ടി ഒരു ദിവസം പെട്ടു. അപ്പോൾ അടുത്ത എപ്പിസോഡ് കാണാം. ഓക്കെ, ബൈ.